നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കവിതയുടെ പേര് തിടമ്പ്. ഓരോ ആഘോഷങ്ങളും മനുഷ്യ മനസ്സിൽ നിറയുന്നത് സന്തോഷമാണ്. അത് ആരുടേതായാലും ഏത് സമൂഹത്തിൻ്റേതായാലും മനുഷ്യ മനസ്സിനെ ദ്യോതിപ്പിക്കുന്ന, മനുഷ്യ മനസ്സിനെ സന്തോഷത്തിൻ്റെ നിറകുടമാക്കുന്ന ഉത്സവങ്ങളും മേളങ്ങളും അവാച്യമായ ഒരു അനുഭൂതിയാണ് നമ്മുടെ മനസ്സിൽ കോറിയിടുന്നത്. തിടമ്പ് എന്നുള്ള ഈ കവിത എഴുതാൻ പ്രചോദകമായത് അമ്പലപ്പറമ്പിൽ ദേവീക്ഷേത്രങ്ങളിലും മഹാദേവ ക്ഷേത്രങ്ങളിലും ക്ഷേത്ര സമുച്ചയങ്ങളിലും ഒക്കെ അമ്പലത്തിൻ്റെ ആചാരക്രമങ്ങളനുസരിച്ച് ഭഗവാനെ അമ്പലമുറ്റത്ത് കൊണ്ടുവന്ന് ഗജാനനൻ്റെ പുറത്ത് നെറ്റിപ്പട്ടവും പിഞ്ചാമരവും എല്ലാം ചേർത്ത് ആനയെ ഒരുക്കി അതിൻ്റെ മുകളിൽ ദേവി വിഗ്രഹം അല്ലെങ്കിൽ ദേവൻ്റെ വിഗ്രഹം ചുമന്നുകൊണ്ട് അതിന് പൂജയുടെ ദ്രവ്യങ്ങൾ ചാർത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ അകമ്പടിയോടുകൂടി ശിവേലി എഴുന്നള്ളിപ്പ് നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആനന്ദം അതെങ്ങനെയാണ് നിങ്ങളോട് പറയുക? വൈക്കത്തഷ്ടമിക്കും പറമ്പിക്കാവിലും വടക്കുന്നാളിലും ആറ്റുകാലിലും കുഞ്ചരവിളയിലും പഴവങ്ങാടിയിലും കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള എല്ലാ അമ്പല ഉത്സവ പറമ്പുകളിലും ഭഗവാന്റെയോ ഭഗവതിയുടെയോ തിടമ്പുമായി പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അതിനു പിന്നാലെ മനുഷ്യ കൂട്ടം ജപമാല ചൊല്ലി ജപിച്ച് മനസ്സിൻ്റെ വേദനകൾ ഭഗവാനോട് പറഞ്ഞ് സായുജ്യം ലഭിക്കുന്നൊരു മുഹൂർത്തം. അത് പറഞ്ഞറിയിക്കാവുന്നതല്ല, അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. അങ്ങനെയുള്ളൊരു ശിവേലി മനസ്സിലുണ്ടാക്കിയ ചലനങ്ങളും മനസ്സിൽ തോന്നിയ ചിന്തകളും സന്തോഷത്തിൻ്റെ ആസ്വാദനങ്ങൾ പൊഴിച്ച് ഭഗവാനോട് നമ്മുടെ ദുഃഖങ്ങളും എല്ലാം പറഞ്ഞ് നിർവൃതിയുള്ള നിമിഷങ്ങൾ അത് പറഞ്ഞറിയിക്കാവതല്ല. അങ്ങനെ ഒരു മുഹൂർത്തത്തിൽ ജനിച്ച ഒരു കവിതയാണ്. ആ കവിതയുടെ ചില വരികളാണ് ഞാനിവിടെ ആലപിക്കുന്നത്. ശക്തി തൻ രൂപത്തെ തിടമ്പിലേക്കാവാഹിച്ച്, ശക്തി തൻ രൂപത്തെ തിടമ്പിലേക്കാവാഹിച്ച് ഗജാനനന്റെ ശിരസിൽ പ്രതിഷ്ഠിക്കുന്നു, ഗജാനനന്റെ ശിരസിൽ പ്രതിഷ്ഠിക്കുന്നു. ഭക്തർ തൻ മനസ്സിൽ സങ്കടങ്ങൾ തുറക്കുന്നു, ഭക്തർ തൻ മനസ്സിൽ സങ്കടങ്ങൾ തുറക്കുന്നു. എല്ലാം കേട്ട് നിർവൃതിയോടെ നീങ്ങുന്നു, എല്ലാം കേട്ട് നിർവൃതിയോടെ നീങ്ങുന്നു. പറയെടുപ്പും കഴിഞ്ഞ് ശക്തി തൻ രൂപത്തെ തിടമ്പിലേക്കാവാഹിച്ച് ഗജാനനന്റെ ശിരസിൽ പ്രതിഷ്ഠിക്കുന്നു,
എല്ലാം കേട്ടു നിർവൃതിയോടെ നീങ്ങുന്നു. പറയെടുപ്പും കഴിഞ്ഞ് വൈക്കത്തപ്പൻ്റെ ആറാട്ടുത്സവം കണ്ടു സായുജ്യമായി. വൈക്കത്തപ്പൻ്റെ ആറാട്ട് കണ്ടു സായുജ്യമായി. ശക്തി തൻ രൂപത്തെ തിടമ്പിലേക്കാവാഹിച്ച് ഗജാനനൻ്റെ ശിരസിൽ പ്രതിഷ്ഠിക്കുന്നു. തുടർന്നുള്ള വരികളും വിഷ്വൽസും നിങ്ങൾ കാണുമല്ലോ. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. ശക്തി തൻ രൂപത്തെ തിടമ്പിലേക്കാവാഹിച്ച്, ശക്തി തൻ രൂപത്തെ തിടമ്പിലേക്കാവാഹിച്ച് ഗജാനനന്റെ ശിരസിൽ പ്രതിഷ്ഠിക്കുന്നു. ശക്തി തൻ രൂപത്തെ തിടമ്പിലേക്കാവാഹിച്ച് ഗജാനനന്റെ ശിരസിൽ പ്രതിഷ്ഠിക്കുന്നു. ഭക്തൻ മനസ്സിൽ സങ്കടക്കടൽ തുറക്കുന്നു. എല്ലാം കേട്ടു നിർവൃതിയോടെ നീങ്ങുന്നു. പറയെടുപ്പും കഴിഞ്ഞ് ശക്തി തൻ രൂപത്തെ തിടമ്പിലേക്കാവാഹിച്ച് ഗജാനനന്റെ ശിരസിൽ പ്രതിഷ്ഠിക്കുന്നു. ഭക്തൻ മനസ്സിൽ സങ്കടക്കടൽ തുറക്കുന്നു. എല്ലാം കേട്ടു നിർവൃതിയോടെ നീങ്ങുന്നു. പറയെടുപ്പും കഴിഞ്ഞ് വൈക്കത്തപ്പൻ്റെ ആറാട്ടുത്സവം നൽകുന്ന സായുജ്യം. വൈക്കത്തപ്പൻ്റെ ആറാട്ടുത്സവം നൽകുന്ന സായുജ്യം വർണ്ണനാതീതമെന്നുറക്കെ പറയുന്നു ഞാൻ. വൈക്കത്തപ്പൻ്റെ ആറാട്ടുത്സവം നൽകുന്ന സായുജ്യം വർണ്ണനാതീതമെന്നുറക്കെ പറയുന്നു ഞാൻ. എല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമെന്ന തോന്നൽ, എല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമെന്ന തോന്നൽ, ആ തോന്നലിൽ ജനിക്കുന്നു 100,000 റോസാദളങ്ങൾ. മുല്ലയും പിച്ചിയും സുഗന്ധം പൊഴിച്ച് ദേവന് ഹാരമായി മനുഷ്യ മനസ്സും സുഗന്ധത്തിൻ തേരിലേറി മുന്നോട്ടു നീങ്ങുന്നു. ഒരു മാത്രയെങ്കിലും ദൈവകടാക്ഷം കിട്ടിയെന്ന തോന്നൽ, ഒരു മാത്രയെങ്കിലും ദൈവകടാക്ഷം കിട്ടിയെന്ന തോന്നൽ ഓരോ ഭക്തരിലും നിറയുമ്പോൾ ജീവിതം പ്രതീക്ഷയ്ക്കു വഴി നൽകുന്നു. ഒരു മാത്രയെങ്കിലും ദൈവകടാക്ഷം കിട്ടിയെന്ന തോന്നൽ ഓരോ ഭക്തരിലും നിറയുമ്പോൾ ജീവിതം പ്രതീക്ഷയ്ക്കു വഴി നൽകുന്നു. പ്രദക്ഷിണ വഴിയിൽ ദേവസാന്നിധ്യം നിറഞ്ഞൊഴുകുന്നു അനുസ്യൂതമായി. പ്രദക്ഷിണ വഴിയിൽ ദേവസാന്നിധ്യം നിറഞ്ഞൊഴുകുന്നു അനുസ്യൂതമായി. ശക്തി തൻ രൂപത്തെ തിരമ്പിലേക്ക് ആവാഹിച്ച് ഗജാനനന്റെ ശിരസിൽ പ്രതിഷ്ഠിക്കുന്നു. ഭക്തർ തൻ മനസ്സിൽ സങ്കടക്കടൽ തുറക്കുന്നു. എല്ലാം കേട്ട് നിർവൃതിയോടെ നീങ്ങുന്നു. പറയെടുപ്പും കഴിഞ്ഞു. എല്ലാം കേട്ട് നിർവൃതിയോടെ നീങ്ങുന്നു. പറയെടുപ്പും കഴിഞ്ഞ് വൈക്കത്തപ്പൻ്റെ ആറാട്ടുത്സവം നൽകുന്ന സായുജ്യം വർണ്ണനാതീതമെന്നുറക്കെ പറയുന്നു ഞാൻ. എല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമെന്ന തോന്നൽ, ആ തോന്നലിൽ ജനിക്കുന്നു 100,000 റോസാദളങ്ങൾ. മുല്ലയും പിച്ചിയും സുഗന്ധം പൊഴിച്ച് ദേവന് ഹാരമായി. മുല്ലയും പിച്ചിയും സുഗന്ധം പൊഴിച്ച് ദേവന് ഹാരമായി. മനുഷ്യ മനസ്സും സുഗന്ധത്തിൻ തേരിലേറി മുന്നോട്ടു നീങ്ങുന്നു. ഒരു മാത്രയെങ്കിലും ദൈവകടാക്ഷം കിട്ടിയെന്ന തോന്നൽ, ഒരു മാത്ര
എങ്കിലും ദൈവകടാക്ഷം കിട്ടിയെന്ന തോന്നൽ ഓരോ ഭക്തരിലും നിറയുമ്പോൾ ജീവിതം പ്രതീക്ഷയ്ക്കു വഴി നൽകുന്നു. പ്രദക്ഷിണ വഴിയിൽ ദേവസാന്നിധ്യം നിറഞ്ഞൊഴുകുന്നു അനുസ്യൂതമായി. പ്രദക്ഷിണ വഴിയിൽ ദേവസാന്നിധ്യം നിറഞ്ഞൊഴുകുന്നു അനുസ്യൂതമായി.